എല്ലാവർക്കും ഈ ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പച്ചടിയാണ്. അപ്പം ഞാനല്ല ഇന്ന് തയ്യാറാക്കുന്നത്, ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ സൗണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം നാട്ടിൽ വെച്ച് ഞങ്ങളിത് ഷൂട്ട് ചെയ്തതാണിത്. അപ്പം ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ചുവന്നുള്ളി 16 എണ്ണം, ഇഞ്ചി ഒരു വലിയ കഷ്ണം, പച്ചമുളക് 6, കറിവേപ്പില 3 തണ്ട്, വറ്റൽമുളക് 5 എണ്ണം, വെളുത്തുള്ളി 6 അല്ലി. ഇതെല്ലാം വളരെ ചെറുതായിട്ട് വേണം നിങ്ങൾ അരിഞ്ഞ് വെക്കാനായിട്ട്. പിന്നെ 1/2 ലിറ്റർ തൈര് വേണം. അത്യാവശ്യം പുളിയുള്ള തൈരായിരിക്കണം, ഒത്തിരി പുളി കൂടി പോകരുത്. അതേപോലെ തന്നെ ഇത് മിക്സിയുടെ ജാറിൽ അടിക്കുകയൊന്നും ചെയ്തേക്കരുത്, ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് ഇതിങ്ങനെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചൂട് കട്ടിയുള്ള പാത്രത്തിൽ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം 1.5 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. കടുകിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഉലുവ വേണം. അതിനുശേഷം ചുവന്നുള്ളി ഇടുക. ചുവന്നുള്ളി 1-2-3 മിനിറ്റ് ഒന്ന് വാടിയതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും 2-3 മിനിറ്റ് ഒന്ന് വാടിയതിന് ശേഷം പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതായിട്ട് ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ തീ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് മൂക്കണം, അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വെക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് അത് പെട്ടെന്ന് അടി പിടിക്കത്തില്ല. കട്ടി കുറഞ്ഞ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ അത് അടി പിടിച്ച് കരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ആകെ വ്യത്യാസം ഉണ്ടാകും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആകണം. ഇതിപ്പോൾ കുറേ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മാറ്റി, ഇപ്പോൾ ഈ മൂത്തതിന് ശേഷം ഇത് മാറ്റി വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് അടുത്ത പ്രാവശ്യം തൈരിൻ്റെ കൂട്ടത്തിൽ ഇതങ്ങ് ഒഴിച്ചാൽ മതി. ഇത് വളരെ നല്ലതാണ്. ഇത് 8 ദിവസം വരെ പുറത്ത് കേടുകൂടാതെ ഇരിക്കും. ഞങ്ങളുടെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ നല്ല ടേസ്റ്റുമാണ്. ഞങ്ങളുടെ കോട്ടയംകാരുടെ ഒരു സ്പെഷ്യലാണ് ഈ പച്ചടി. ഇപ്പോഴത്തെ എല്ലാ പച്ചടിയിലും നമ്മൾ വെജിറ്റബിൾസ് കൂടുതൽ കട്ടിയായിട്ടാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വേണം. എല്ലാം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് മതി. ഇത് ഞാൻ തൈരിലോട്ട് ചേരാൻ പോവാണ്. ഇത് ഒഴിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം. ഒഴിക്കുമ്പോൾ ഒരു ഷൂ എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കാം. അതാണ് എൻ്റെ കറക്റ്റ് പരുവം. 2 രീതി നിങ്ങൾക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഇതിന് തൈരിലോട്ട് വേണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ആ വറുത്തതെല്ലാം കൂടി ചേർക്കാം. അല്ലെങ്കിൽ തന്നെ വറുത്തതിൻ്റെ കൂട്ടത്തിൽ തൈര് മിക്സ് ചെയ്ത് കൂടി നമുക്ക് പാനിലിട്ട് ചെയ്താലും മതി. ഇപ്പോൾ 2 രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുതലാണ്. ഞാനിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയാണ് വരുന്നവരെ നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ അടുത്ത റെസിപ്പിയാണ് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.